ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, അവിഹിത ബന്ധങ്ങളുടെ പേരിൽ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾക്ക് കയ്യും കണക്കും ഇല്ലാതിരിക്കെ കുറച്ചു മാസം മുമ്പ് കേരളത്തിന്റെ മനസ്സുലച്ച രണ്ട് കുറ്റകൃത്യങ്ങൾ ഉണ്ടായത് തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ്. എയർ ഗണ്ണുമായിട്ടെത്തിയ വനിതാ ഡോക്ടർ തന്റെ പുരുഷ സുഹൃത്തിന്റെ പങ്കാളിയെ വെടിവെച്ചതായിരുന്നു തലസ്ഥാന നഗരിയിൽ ഉണ്ടായതെങ്കിൽ കൊച്ചി പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് നവജാത ശിശുവിനെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞതായിരുന്നു മറ്റൊരു മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരത. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ച പുരുഷ സുഹൃത്തിന്റെ പങ്കാളിക്ക് നേരെ തലസ്ഥാന നഗരിയിലായിരുന്നു വനിതാ ഡോക്ടറുടെ എയർ ഗൺ പ്രയോഗം. ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിൽ നഗരത്തിലെ വള്ളക്കടവിലായിരുന്നു ഈ സംഭവം. കേന്ദ്ര സർക്കാരിന്റെ NRHM ജീവനക്കാരിയായിട്ടുള്ള ഷിനിക്ക് നേരെ ഭർത്താവിന്റെ സുഹൃത്തായ വനിതാ ഡോക്ടർ ദീപ്തി മോൾ ജോസ് ആണ് കടുങ്കൈ ചെയ്തത്. എയർ ഗണ്ണുമായി കാറിൽ വീട്ടിലെത്തിയ ഡോക്ടർ കൊറിയർ നൽകാനാണ് എന്ന വ്യാജേനയാണ് ആക്രമണം നടത്തിയത്. കൊറിയർ കൈപ്പറ്റിയെന്ന് ഒപ്പിടണം എന്ന് ഷിനിയോട് ആവശ്യപ്പെടുകയും ഷിനി പേനയെടുക്കാനായി തിരിഞ്ഞപ്പോൾ എയർ ഗൺ ഉപയോഗിച്ച് വെടിയുതിർക്കുകയുമായിരുന്നു ചെയ്തത്. കൈകൊണ്ട് പെട്ടെന്ന് തടുത്തതുകൊണ്ട് ഷിനിയുടെ കൈക്കാണ് വെടിയേറ്റത്. കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറായ ദീപ്തി മോളുമായി അടുപ്പത്തിലായിരുന്നു ഷിനിയുടെ ഭർത്താവ് സുജിത്ത്. ഇരുവരും ഒരുമിച്ച് ജോലി ചെയ്തു വരുമ്പോൾ അടുപ്പത്തിലാകുകയും വിവാഹ വാഗ്ദാനം നൽകി പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തതിന്റെ പ്രതികാരമാണ് വെടിവയ്പിൽ കലാശിച്ചത് എന്നാണ് വനിതാ ഡോക്ടർ പോലീസിനോട് അന്ന് വെളിപ്പെടുത്തിയത്. വെടിവെപ്പിന് ഡോക്ടർക്കെതിരെയും ഡോക്ടർ നൽകിയ പീഡന പരാതിയിൽ ബലാത്സംഗത്തിന് സുജിത്തിനെതിരെയും പോലീസ് കേസെടുക്കുകയായിരുന്നു ചെയ്തത്. തലസ്ഥാനത്തെ വെടിവെപ്പ് സംഭവത്തിന് ദിവസങ്ങൾക്ക് മുമ്പാണ് എറണാകുളം പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് നവജാത ശിശുവിനെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞത്. ആരെങ്കിലും സഞ്ചിയിലാക്കി മാലിന്യം ഉപേക്ഷിച്ചതാകാമെന്നായിരുന്നു ആദ്യം കരുതിയത്. അടുത്തെത്തി പരിശോധിച്ചപ്പോഴാണ് ചോരയിൽ കുളിച്ച് ഒരു ദിവസം പോലും പ്രായമാകാത്ത കുഞ്ഞിന്റെ മൃതദേഹമാണ് എന്ന് മനസ്സിലാകുന്നത്. സമീപത്തെ ഫ്ളാറ്റിൽ നിന്ന് റോഡിലേക്ക് എറിയുന്ന CCTV ദൃശ്യങ്ങളാണ് കേസിൽ വഴിത്തിരിവായത്. ഫ്ളാറ്റിലെ താമസക്കാരിയായിരുന്ന അവിവാഹിതയായ യുവതി വീട്ടുകാരിൽ നിന്ന് ഒളിപ്പിച്ച ഗർഭമാണ് നവജാത ശിശുവിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. സംഭവത്തിൽ യുവതിയെയും കാമുകനെയും ഉൾപ്പെടെ പ്രതിയാക്കി പോലീസ് കേസെടുക്കുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കുടുംബജീവിതത്തിലെ താളപ്പിഴകൾക്കും സമൂഹത്തിൽ അപമാനത്തിനിടയാക്കുന്ന ഇത്തരം സംഭവങ്ങളുടെ വാർത്തകളോ നിയമ നടപടികളോ ഒന്നിനും വിരാമമിടാൻ പര്യാപ്തമാകുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പങ്കാളിയിൽ നിന്ന് മാനസികവും ശാരീരികവുമായിട്ടുള്ള പരിചരണവും ശ്രദ്ധയും യഥാസമയം ലഭിക്കാതെ വരുമ്പോഴോ അവഗണിക്കപ്പെടുന്നു എന്ന തോന്നലുണ്ടാകുമ്പോഴോ ആണ് പലരും വിവാഹ ഇതര ബന്ധങ്ങളിലേക്ക് വഴുതി പോകുന്നത്. കിടപ്പറയിലെ പ്രശ്നങ്ങളും ഒരു പരിധിവരെ കാരണമാകാം. അത്തരം വീർപ്പുമുട്ടലുകളിൽ അപ്രതീക്ഷിതമായിട്ടെത്തുന്ന പരിചയക്കാരിൽ ആകൃഷ്ടരായെന്നും വരാം. അവിടെ സ്വന്തം കുടുംബത്തെക്കുറിച്ചോ സമൂഹത്തെക്കുറിച്ചോ ഒന്നും ചിന്തിച്ചെന്ന് വന്നേക്കില്ല. ഒരുപക്ഷെ എല്ലാ രൂപത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടെങ്കിലും എല്ലാ രൂപത്തിലുള്ള പരിഗണനകളും സ്വാതന്ത്ര്യങ്ങളും ഉണ്ടെങ്കിലും ശരി, വൈവിധ്യം ഇഷ്ടപ്പെടുന്ന നിലയ്ക്കെങ്കിലും വേലി ചാടിപ്പോകാനുള്ള സാധ്യതയും അത്തരം ആളുകളും അത്തരം സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ സുലഭമാണ്. വിവാഹ ഇതര ബന്ധങ്ങൾക്ക് അവഗണന ഒരു കാരണമാണെങ്കിൽ ലൈംഗികമായോ ശാരീരികമായോ മാനസികമായോ പങ്കാളിയിൽ നിന്ന് നിരന്തരം അനുഭവിക്കേണ്ടി വരുന്ന പീഡനമാണ് മറ്റൊരു കാരണം. ഇതിപ്പോ സ്ത്രീകൾ മാത്രം പീഡിപ്പിക്കപ്പെടുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നിപ്പോ കണ്ടില്ലേ, ഒരു പുരുഷൻ പീഡിപ്പിക്കപ്പെടുകയും അദ്ദേഹം ജീവൻ അവസാനിപ്പിക്കുകയും ചെയ്തതൊക്കെ നമ്മൾ കണ്ടില്ലേ. തൻ്റെ ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും പങ്കാളി അവഗണിക്കുമ്പോൾ തീർത്തും ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ മറ്റൊരാളോട് മനസ്സ് തുറക്കാൻ ശ്രമിക്കും, സ്വാഭാവികം. ഇങ്ങനെ വന്നു ചേരുന്നവരിൽ അന്യന്റെ കുടുംബ പരാജയങ്ങൾ മുതലെടുക്കാനും ചൂഷണം ചെയ്യാനും ശ്രമിക്കുന്ന ഒരു ചെറിയ വിഭാഗമെങ്കിലും കിട്ടിയ അവസരം മുതലെടുക്കാൻ മുന്നിലുണ്ടാകും. വിരുന്നെത്തിയ സുഹൃത്ത് ഹൃദയം കൈമാറിക്കഴിയുമ്പോൾ പങ്കാളിയോട് പകയും വെറുപ്പും വിദ്വേഷവും തുടങ്ങും. ജോലിയുമായി ഭർത്താവ് ദൂരസ്ഥലത്തായിരിക്കുമ്പോൾ അതല്ലെങ്കിൽ ഭാര്യ ദൂരസ്ഥലത്തായിരിക്കുമ്പോൾ നേരം പോക്കിന് തുടങ്ങുന്ന ഫോൺ കോളും ചാറ്റിങ്ങും ഒക്കെ പിന്നീട് ഇണ തിരികെ എത്തുമ്പോഴേക്കും പിടിക്കപ്പെടും. ഭർത്താവ് മടങ്ങിയെത്തുമ്പോൾ അതല്ലെങ്കിൽ ഭാര്യ മടങ്ങിയെത്തുമ്പോൾ അതുവരെ തുടർന്ന ബന്ധം നഷ്ടപ്പെടുമോ എന്ന ആശങ്ക മൂലം ഒളിച്ചോടുന്ന
അതല്ലെങ്കിൽ ആ കിട്ടുന്ന സന്തോഷത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, സോഴ്സുകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, ആ വ്യക്തികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സംഭവങ്ങളും കേരളത്തിൽ ഇഷ്ടം പോലെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കൂടിച്ചേരലുകളും സൗഹൃദങ്ങൾ പുതുക്കലും സ്നേഹം പങ്കിടലുമൊക്കെ നല്ല കാര്യമാണ്. ക്ലാസ്മേറ്റുകളുടെ കൂടിച്ചേരലുകൾ അടുത്തിടെ ട്രെൻഡായിട്ടുള്ള സംഗതിയാണല്ലോ. അത് ഗെറ്റ് ടുഗദർ എന്നൊക്കെ പറയും, അതല്ലെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. ശരി, ഇത്തരം സൗഹൃദ വേദികളെ ചൂഷണ ബുദ്ധിയോടുകൂടി കാണുകയും അതിനെ ദുരുപയോഗം ചെയ്യാൻ ഇടയാക്കുകയും ചെയ്യുന്ന പ്രവണതയും നമ്മുടെ നാട്ടിലെമ്പാടുമുണ്ട്. അടുത്ത കാലത്ത് ഇത്തരം കേസുകളുടെ എണ്ണം വർദ്ധിച്ചതായിട്ടുള്ള പോലീസ് വെളിപ്പെടുത്തൽ ശരിവെക്കുന്നതാണ്. കണ്ണൂരിലെ പയ്യന്നൂരിലെ സഹപാഠിയായിരുന്ന യുവതിയെ കൊലപ്പെടുത്തി സുഹൃത്ത് ജീവനൊടുക്കിയ സംഭവം. ഇത്തരം സംഭവ പരമ്പരകളിലേക്കുള്ള ഒരു അന്വേഷണമാണ് നമ്മളും എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ കേരള പോലീസ് രജിസ്റ്റർ ചെയ്തത് 6000-ലേറെ ഒളിച്ചോട്ട കേസുകളാണ്. ഇതിൽ 65% പേരും വിവാഹിതരായ സ്ത്രീകളാണ്. 35% മാത്രമാണ് അവിവാഹിതർ. ഭർത്തൃമതികളായ സ്ത്രീകളിൽ 15% തങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ യുവാക്കളോടൊപ്പമാണ് ഒളിച്ചോടിയത്. ഇതിൽ 10% 1-2 കുട്ടികളുടെ അമ്മമാരാണ് എന്നതാണ് വേദനിപ്പിക്കുന്ന സംഭവം. നൊന്തു പ്രസവിച്ച മക്കളെ വരെ ഉപേക്ഷിച്ചിട്ടാണ് അമ്മമാരുടെ ഈ ഒളിച്ചോട്ടം. മരുമകളോ മകളോ ഒളിച്ചോടിയതിൻ്റെ പേരിൽ വീട് വിറ്റ് നാട്ടിൽ നിന്ന് തന്നെ പലായനം ചെയ്യേണ്ടി വന്ന കുടുംബങ്ങളും നിരവധിയുണ്ട്. ദുരഭിമാന കൊലകളും യഥേഷ്ടം നടക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു പയ്യൻ ഒരു പെണ്ണിനെ പ്രേമിച്ചിരുന്നു. ആ പെണ്ണിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ആ ദിവസം തന്നെ ഈ കുട്ടി ഫാനിൽ കുരുക്കിട്ട് ഒരു കുരുക്ക് കഴുത്തിൽ വിട്ടു മരിച്ചു. 26 വയസ്സുള്ള കുട്ടി, ജോലി ശരിയായിരിക്കുന്ന കുട്ടിയാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകനാണ്, 26 വയസ്സുള്ള കുട്ടി. ഇനിയും അതുപോലെ വിവാഹമോചന നിരക്കിൽ മുമ്പിൽ നിൽക്കുന്ന കേരളം വിവാഹ ഇതര ബന്ധം മുഖേനയുള്ള ഒളിച്ചോട്ട കണക്കുകളിലും മുന്നിലെത്താൻ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം 30,000-ലേറെ വിവാഹമോചന കേസുകളാണ് കുടുംബ കോടതികളുടെ പരിഗണനയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിഹിത ബന്ധങ്ങളാണ് ഇതിൽ മിക്ക കേസുകളുടെയും പ്രധാന കാരണം. ഭാര്യാഭർത്താക്കന്മാരുടെ വിവാഹേതര ബന്ധങ്ങൾ കേരളത്തിൽ വലിയ രൂപത്തിൽ അടുത്ത കാലത്തായിട്ട് വർദ്ധിച്ചു വരികയാണ്. ഇതിനകത്ത് ഇരകളാക്കപ്പെടുന്ന മക്കളുടെ എണ്ണവും ചെറുതല്ല. മടിയോ മറയോ ഇല്ലാതെ ഭാര്യയും ഭർത്താവും പരസ്പരം അവിഹിത ബന്ധങ്ങൾ ആസ്വദിക്കുന്ന സാഹചര്യം ഇന്നുണ്ട്. പണ്ടൊക്കെ ദാമ്പത്യത്തിലെ സ്വരച്ചേർച്ചയില്ലായ്മകൾ ബന്ധുക്കളോട് പങ്കുവയ്ക്കുമായിരുന്നു, സുഹൃത്തുക്കളോട് പങ്കുവയ്ക്കുമായിരുന്നു. അണുകുടുംബങ്ങളിലേക്ക് ജീവിതം പറിച്ചു നട്ടതോടുകൂടി ചിന്തകളും വിചാരങ്ങളും പ്രശ്നങ്ങളും പങ്കുവയ്ക്കാൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരിടം ഇല്ലാതെയായി വന്നിരിക്കുന്നു. ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഫീലിംഗ് സാഡും അതുപോലെ ഫീലിംഗ് ആംഗ്രി ഇവരുടെ വികാരങ്ങളും വിചാരങ്ങളുമൊക്കെ ഇവരുടെ സന്തോഷങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിലാണ് ഇന്ന് ഇവർ പങ്കുവെക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും രൂപത്തിൽ ഒരു സ്വരച്ചേർച്ചയില്ലായ്മ വന്നാൽ അതും സോഷ്യൽ മീഡിയയിലാണ് ഇടുന്നത്. ഇങ്ങനെ ധാരാളം സ്റ്റാറ്റസുകൾ അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇവരെ ആശ്വസിപ്പിക്കാൻ 100 കണക്കിന് അപരിചിതരായ ആളുകൾ വരും. വാട്ട്സ് റോങ് വിത്ത് യു എന്ന് ചോദിച്ചെത്തുന്ന കാലം. പിന്നീട് അവരുമായിട്ടൊരു ബന്ധം, അവരുടെ വഴിവിട്ടുള്ള ആശ്വാസ സാമീപ്യത്തിൽ അകപ്പെട്ടു പോയിട്ട് പലർക്കും ജീവിതം നഷ്ടപ്പെടുന്നുണ്ട്. അരുതാത്ത ബന്ധങ്ങളിലേക്ക് പോകാറുണ്ട്. ഈ ബന്ധങ്ങൾ ഒരുപക്ഷെ 35 കഷ്ടമാക്കി ഫ്രിഡ്ജിലിരിക്കാനും സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. പിന്നീട് ഒരിക്കൽ അവിഹിത ബന്ധത്തിന് തടസ്സം നേരിടുമ്പോൾ നേരത്തെ അയച്ച മെസ്സേജുകളും നഗ്നചിത്രങ്ങളും ഒക്കെ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ഇതൊക്കെ നിരന്തരം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സംഭവങ്ങളാണ്. പക്ഷേ ഇതിനൊക്കെ എന്താണൊരു അവസാനം? സ്വയം നിയന്ത്രണമില്ലാതെ, സ്വയം പുനർവിചിന്തനമില്ലാതെ ഇതിൽ നിന്നും ഒരു മാറ്റമുണ്ടാകില്ല. നന്ദി.